അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശ്വേത, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി ജസ്റ്റിയും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് BSc നഴ്സിംഗ് പഠിച്ചത്. ഇപ്പോൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തോളം ആയി. 1 വർഷം ഇവിടെ ജോലി ചെയ്തു. ഇനി പുറത്തേക്ക് എവിടെയെങ്കിലും നോക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പഠിച്ചിറങ്ങിയ സമയം എന്ന് പറയുന്നത് എല്ലാ കൺട്രികളും അടച്ചു. ഇനി നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളൊരു ഈ സമയങ്ങളിലാണ് ഞങ്ങൾ പഠിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ച് എങ്ങോട്ട് പോകണം. അപ്പോഴും ഈശോയോടാണ് ചോദിച്ചത്. ആദ്യമേ ഞാൻ ഈശോയോട് ഞങ്ങളുടെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, എങ്ങോട്ടേക്ക് ഇനി പോകണം. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. ഞങ്ങൾ ദുബായിലേക്ക് പോകണമെങ്കിലും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാമത്തേതായിരുന്നു DSA എക്സാം. അപ്പോൾ എക്സാം എന്ന് പറയുമ്പോഴും നമുക്ക് ഉറപ്പില്ല അങ്ങോട്ടേക്ക് തന്നെയാണോ എന്നെ നിയോഗിച്ചിരിക്കുന്നതെന്ന്. ദൈവം അങ്ങനെയാണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചത്. എക്സാം ഡേറ്റ് എടുത്തതും ഈശോയോട് ചോദിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾ ഫെബ്രുവരിയിൽ എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഹോളിൽ ചെന്നതും അത്യാവശ്യം നല്ല പാടുള്ള എക്സാം തന്നെയാണ് DSA. ഞങ്ങൾ എക്സാം ഹോളിൽ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചാണ് എടുത്തുകൊണ്ടാണ് പോയത്. പക്ഷെ അത് എക്സാം ഹോളിൽ നമുക്ക് ഒരു സാധനങ്ങളും കയറ്റാൻ പാടില്ല. എങ്കിലും ഞങ്ങൾ ഒരു കണക്കിന് കയ്യിലൊക്കെ ഉപ്പ് ഒരുവിധം ആക്കി അതായിട്ടാണ് എക്സാം ഹോളിൽ കയറിയതും കമ്പ്യൂട്ടറിൽ കുരിശ് വരച്ച് ഉടമ്പടി ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് ഇതിലെന്ത് വന്നാലും ഞങ്ങൾക്ക് ഉത്തരമായിട്ട് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയത്. എക്സാം അത്യാവശ്യം പാട് തന്നെയായിരുന്നു. എക്സാം മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് അന്ന് വൈകിട്ട് തന്നെ റിസൾട്ട് വന്നു. പാസ്സായി ഞങ്ങൾ രണ്ടുപേരും. എന്നാൽ അത് മാത്രമായിരുന്നില്ല അങ്ങോട്ടേക്ക് പോകാനോ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ദുബായ് എംബസിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ അയക്കും. അവിടെ ചെന്നിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്യണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അതിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 1 വർഷമാണ് ഞാൻ ഇവിടെ എക്സ്പീരിയൻസ് എടുത്തേക്കുന്നത്. ബാക്കി 6 മാസം ഞാൻ വീട്ടിലായിരുന്നു. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. വീട്ടിൽ ഈ DSA പ്രോസസ്സിങ്ങിൻ്റെ ഇതിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഗ്യാപ്പായി. അങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അങ്ങനെ ഞാൻ ഓക്കെ, അവർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ തിരിച്ചയച്ച് നോക്കാം, വീണ്ടും റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ അറിയില്ല എന്താവുമെന്ന്. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ തടസ്സം, അതെന്താ ഇങ്ങനെ വൈകിക്കുന്നതെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. അപ്പോഴും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. പിന്നെ ആ സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ എക്സാം പാസ്സായത് ഫെബ്രുവരിയിലാണ്. ഈ എലിജിബിലിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാർച്ചിനുള്ളിൽ പോകാമായിരുന്നു. പക്ഷേ അത് വൈകിയത് ഒരു കണക്കിന് നന്നായി. ദൈവം ഒരു കാര്യം വൈകിക്കുന്നതിന് അത് വേറൊരു അനുഗ്രഹം അവിടെ കാത്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ പറ്റി വേറൊരു പ്ലാൻ അവിടെ ദൈവത്തിനുണ്ടാവും. അതെനിക്കത് മനസ്സിലായി. കാരണം ആ സമയത്തായിരുന്നു യുദ്ധം വന്നത്. ഇപ്പം ഞങ്ങൾ ഫെബ്രുവരിയിൽ ഉടനെ ടിക്കറ്റൊക്കെ എടുത്ത് പോയിരുന്നെങ്കിലും അവിടെ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാം പോസ്റ്റ്പോണ്ടായി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമായിരുന്നു. അവിടെ ഞങ്ങൾ 2 മാസത്തോളം വെറുതെ ഇരിക്കേണ്ടി വന്നേനെ. ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പൈസ നഷ്ടവും സമയനഷ്ടവും പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഗ്യാപ്പ് കൂടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവം ആ ഒരു കാര്യത്തിന് വേണ്ടി ആകാം അത് വൈകിച്ചത് എലിജിബിലിറ്റി വരാൻ. അത് കഴിഞ്ഞാണ് ആ യുദ്ധത്തിൻ്റെ ഇത് പ്രഖ്യാപിച്ച സമയത്താണ് എനിക്ക് എലിജിബിലിറ്റി വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടായിരിക്കണം, ചിലപ്പോൾ ദൈവം എല്ലാം മുൻകൂട്ടി കണ്ടതായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു മെഡിക്കൽ എന്ന് പറയുന്നത്. മെഡിക്കൽ ഇല്ലാതെ നമുക്കൊരു രാജ്യത്തേക്കും പോകാൻ പാടില്ല, അത് ഫിറ്റായിരിക്കണം നമ്മൾ. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5 തവണയെങ്കിലും കോവിഡ് വന്നിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് ശ്വാസം ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എനിക്ക് അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ ഫൈബ്രോസിസ് പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് ഡോക്ടർ സ്റ്റെറോയിഡ്സ് എടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എടുത്തില്ല. കാരണം അത് എടുത്തു കഴിഞ്ഞാലും വേറെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ അത് അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഈ മെഡിക്കലിൽ അവർ പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഫൈബ്രോസിസ് TB അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമ്മുടെ ലങ്സിലുണ്ടെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യും, മെഡിക്കൽ ഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവിടെ മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോഴും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് നമ്മുടെ നോർമൽ എക്സ്റേ എന്നൊക്കെ പറയുന്ന ഫിസിഷ്യൻ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ മെഡിക്കലിൻ്റെ എക്സ്റേ എന്ന് പറയുന്നത് റേഡിയോളജിസ്റ്റ് തന്നെയാണ് നോക്കുന്നത്. അവർ ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും അത് അപ്രൂവ് ചെയ്യില്ല. അപ്പം എനിക്കിതറിയാം. കാരണം ഞാൻ ഓൾറെഡി എക്സ്റേ ഒക്കെ എടുത്തിട്ടാണ് നേരത്തെ നോക്കിയപ്പോഴും കഫമുണ്ട്, ചെറുതായിട്ട് ഇൻഫെക്ഷനൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ജലദോഷമൊക്കെ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരാളായിരുന്നു. ഞാനപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം ഇത്രയും വരെ ആക്കി, ഇനി മെഡിക്കൽ കൊണ്ട് റിജക്റ്റ് ആയി പോകുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സ്റേ എടുക്കാൻ വേണ്ടി കയറിയതും ഞാൻ എൻ്റെ നെഞ്ചിൽ തൈലം
അമ്മ മാതാവിൻ്റെ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തന്നെയാണ് ഞാൻ കയറിയത് അകത്ത്. അപ്പോഴും അവർ പറഞ്ഞു വൈകിട്ടേ റിസൾട്ട് ആവുള്ളൂ. ആ സമയത്തും നല്ല ടെൻഷനായിരുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീണത്തിൻ്റെ ഇത് ജപം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പക്ഷേ വൈകിട്ട് തന്നെ വന്നു, റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അതിൻ്റെ ഒരു ഇതുപോലും അവർ പറഞ്ഞു കണ്ടില്ല എന്ന്. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം മനുഷ്യർക്ക് കൊണ്ടൊന്നും സാധിക്കില്ല. കാരണം ഞാൻ അതിനുവേണ്ടി മെഡിസിൻസ് എടുക്കുകയോ ഫൈബ്രോസ് മാറാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം ചെയ്തത് ആ അമ്മ മാതാവിൻ്റെ തൈലവും അമ്മ മാതാവിൻ്റെ ഉപ്പും ഇതൊക്കെ കൊണ്ട് മാത്രമാണ്, അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാലും വീട്ടിലിപ്പോൾ മമ്മി ആയാലും ആരായാലും ആദ്യമേ ഉടമ്പടി തൈലം എടുത്തായിരിക്കും, രാത്രി കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലും തൈലം ഉപയോഗിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ മമ്മിക്കാണെങ്കിലും മമ്മി ഉടമ്പടി എടുത്തിട്ട് ആളാണ്. എന്തെങ്കിലും കാലുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ തൈലം പൂശി പ്രാർത്ഥിക്കും. ആ സമയം തന്നെ അത് മാറും. അത് വല്ലാത്തൊരു വിശ്വാസമാണ് വീട്ടിലെല്ലാവർക്കും. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇത്രയും കടമ്പകളല്ല, ഇതിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം മാറി ഞങ്ങൾ ഈ വരുന്ന ചൊവ്വാഴ്ച ദുബായിലേക്ക് പോവുകയാണ്. അവിടെ ജോലി ഒരുക്കി വെച്ചിരിക്കുന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ഇതായിട്ട് ഞാൻ അനാഥാലയ അച്ഛനും അമ്മയും മാത്രമുള്ള വൃദ്ധ ആളുകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ ഞങ്ങൾ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ അവർക്ക് സഹായമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമ്പോഴും അത് മാത്രമായിട്ടല്ല കൊടുക്കുന്നത്, ഞാനായിട്ടൊരു വചനം ബൈബിൾ തുറന്ന് അപ്പോൾ വരുന്ന നല്ലൊരു വചനം എഴുതി അതൊരു ചെറിയ പേപ്പറിലാക്കി എഴുതി അത് സ്റ്റാപ്ലർ ചെയ്ത് എല്ലാ പത്രത്തിലും വെക്കും. എന്നിട്ട് അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണെങ്കിൽ ആളുകൾ പറയും അത് ചെയ്യുമ്പോൾ മോളെ ദൈവം കുറച്ചും കൂടി അനുഗ്രഹിക്കും, അനുഗ്രഹമുണ്ട് മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയുമ്പോൾ ഒരു വിശ്വാസമാണ്. കാരണം ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് എന്നിലാൽ കഴിയുന്ന വിധം ചില സമയങ്ങളിൽ ഞാൻ കൊടുക്കാൻ മടിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ചില സമയങ്ങൾ വാങ്ങി വെച്ചിട്ട് അതവിടെ ഇരുന്ന് പോവുകയും, പക്ഷെ ഞാൻ അതെല്ലാം മറന്ന് എൻ്റെ കയ്യിലുള്ള എല്ലാ പത്രവും വീട്ടിലുള്ള എല്ലായിടത്തും എടുത്ത് ഞാൻ അതെല്ലാം ദൈവത്തിൻ്റെ വചനം എഴുതി സ്റ്റാപ്ലർ ചെയ്താണ് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അത് എന്നിലുള്ള വിശ്വാസം, അത് കിട്ടുന്നവർക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ശ്വേത എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ മകൾ പങ്കുവച്ചത്. BSc നഴ്സിങ്ങിന് ശേഷം വിദേശത്ത് ജോലി തേടി അവിടെ പോകാം എന്നുള്ള വലിയ ആശയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരുടെ എല്ലാ വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ നേർന്നതും ഉടമ്പടി വളരെ ശക്തമായി പ്രാർത്ഥിച്ചതുമെന്ന് മകൾ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. നാം ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ആസ്തി എന്തുമാത്രമുണ്ട്. നമ്മൾ ഒരു വീടിന് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കടമെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു സമ്പത്തുണ്ടോ, അവിടെയാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ കൂട്ടിവെക്കുന്നത്. കാരുണ്യ പ്രവൃത്തിയിലൂടെയും ഈശോയെ പ്രഖ്യാപിക്കുന്നതിലൂടെയുമുള്ള നമ്മൾ സമ്പത്ത് കൂട്ടിവെക്കുന്നതിലാണ് ഉടമ്പടി ജീവിതം വിജയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്വേത ചെയ്തതും അത് തന്നെയാണ്. സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ, പരിശുദ്ധ അമ്മ സമയത്തെ ക്രമീകരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തേക്കാൾ കൃത്യസമയത്ത് കൊറോണ വരുന്നതും യുദ്ധം വരുന്നതുമെല്ലാം എനിക്ക് അനുകൂലമായി എന്ന് മകൾക്ക് മനസ്സിലാക്കാൻ മാത്രം ശ്വേതയുടെ ഹൃദയത്തെ പരിപക്വമാക്കുകയും അതിനെയെല്ലാം അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്താൽ അവയെ ഏറ്റെടുക്കുവാനുള്ള വലിയ കൃപ മകൾക്ക് ലഭിച്ചതായിട്ടാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. എത്ര തന്നെ എലിജിബിലിറ്റി ഇല്ലെന്ന് ആര് തന്നെ അവരോട് മനസ്സിലാക്കി കൊടുത്താലും അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞാൽ തന്നെയും മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിലും വിസ പ്രോസസ്സിങ് ലേറ്റ് ആവുകയാണ്, ഡിലേ ആവുകയാണ് എന്നെല്ലാം അറിയുമ്പോഴും
എന്നെ പരിപാലിക്കുന്ന ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമയത്തിൻ്റെ പൂർത്തിയിൽ എനിക്കെല്ലാം ചെയ്തു തരും. എനിക്ക് ആവശ്യമായത് ആ സമയത്തിൻ്റെ പൂർത്തിയിൽ. കാരണം ഞാൻ ഒരു ദൈവത്തിൻ്റെ അച്ചിട്ട എനിക്ക് മുദ്ര പ്രാപിച്ച ഒരാളാണ്, ഉടമ്പടിയിൽ മുദ്ര വെച്ച ആളാണെന്നുള്ള വലിയ ഉറപ്പുള്ള വലിയ ബോധ്യമുള്ള മകളാണ് ശ്വേത. അതുകൊണ്ട് തന്നെ മകളേറ്റ് പറയുന്നത്, എനിക്ക് ഈ വിസ ലഭിച്ചിരിക്കുന്നത്, ജോലി ലഭിച്ചിരിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് നാം എപ്പോഴൊക്കെ ഏറ്റുപറയുന്നുവോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെപ്പോലെ അടുത്ത സ്തോത്രഗീതം പാടാൻ നമുക്ക് സാധിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അബ്രാഹത്തോടും സന്തതികളോടും ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റും. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാ കണ്ണുനീരിനെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നൽകാം. ശ്വേതയ്ക്കും കൂട്ടുകാരിക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നല്ല ഒരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.